ഫ്രണ്ട്സ്, വെൽക്കം ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേരെന്ന് പറയുന്നത് ദ ഹംഗ്രി കാറ്റർപില്ലർ എന്നാണ്. റീഡ് ആൻഡ് റിജോയ്സിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറി നമുക്ക് വായിച്ചിട്ട്, റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വായിക്കുക അല്ലേ, ആൻഡ് റിജോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് വായിച്ച് രസിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ നമുക്കത് നോക്കാം. സ്റ്റോറിയുടെ പേര് ദ ഹംഗ്രി കാറ്റർപില്ലർ എന്നാണ്. ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, വിശപ്പ് അല്ലേ. കാറ്റർപില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴു. ഓക്കെ, അപ്പോൾ പുഴു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്ന പുഴുവിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഹംഗ്രി കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ വിശപ്പുള്ള പുഴു അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ ദർ വാസ് എ ലിറ്റിൽ എഗ് ഓൺ എ ലീഫ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം അല്ലേ. ഓഫ് ദ മൂൺ, ചന്ദ്രൻ്റെ, മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അല്ലേ, ചന്ദ്രൻ്റെ പ്രകാശത്തിൽ ദർ വാസ് എ ലിറ്റിൽ എഗ് ഓൺ എ ലീഫ്. എന്ത് കണ്ടു? എ ലിറ്റിൽ എഗ്. ഒരു ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുത്, എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മുട്ട അല്ലേ. മുട്ട ഓൺ എ ലീഫ്, ഒരു ഇലേൻ്റെ മുകളിൽ കണ്ടു. ആ ഒരു പിക്ചറിൽ കണ്ടോ, ആ ഒരു ഗ്രീൻ ലീഫിൻ്റെ മുകളിൽ ഒരു യെല്ലോ എഗ്ഗ് കണ്ടോ? അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കാം. റൈറ്റ് സൈഡിൽ നോക്കുക കേട്ടോ. വൺ സൺഡേ മോർണിംഗ് ദ വാം സൺ കെയിം അപ്പ്. സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞായറാഴ്ച അല്ലേ. ഞായറാഴ്ച മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ, ഒരു ഞായറാഴ്ച രാവിലെ ദ വാം സൺ കെയിം അപ്പ്. വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ചൂടുള്ള അല്ലേ, ഇളം ചൂടുള്ള. സൺ കെയിം അപ്പ്, അതായത് സൂര്യൻ ഉദിച്ചു. സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സൂര്യൻ അല്ലേ. അപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ എന്ത് സംഭവിച്ചു? ഇളം ചൂടോട് കൂടിയിട്ട് നമ്മുടെ സൂര്യൻ അങ്ങനെ ഉദിച്ചു വന്നു. ഔട്ട് ഓഫ് ദ എഗ് കെയിം എ ടൈനി ആൻഡ് വെരി ഹംഗ്രി കാറ്റർപില്ലർ. എന്താ പറയുന്നത്? ഔട്ട് ഓഫ് ദ എഗ്, ആ ഒരു എഗ്ഗിൻ്റെ ഉള്ളിൽ നിന്ന് കെയിം എ ടൈനി. ടൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ, സ്മോൾ. ടൈനി ആൻഡ് വെരി ഹംഗ്രി, ഭയങ്കര വിശപ്പുള്ള. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പല്ലേ, ഭയങ്കര വിശപ്പുള്ള കാറ്റർപില്ലർ. കാറ്റർപില്ലർ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. ഔട്ട് ഓഫ് ദ എഗ് കെയിം എ ടൈനി ആൻഡ് വെരി ഹംഗ്രി കാറ്റർപില്ലർ. എന്താണ്? ചെറിയ ഒരു ഭയങ്കര വിശപ്പുള്ള ഒരു കാറ്റർപില്ലർ ആ എഗ്ഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലേ. നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് കാറ്റർപില്ലറിനെ തന്നെയാണ് കേട്ടോ. അവൾ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടഡ് ടു ലുക്ക്, അന്വേഷിക്കാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സം ഫുഡ്, കുറച്ച് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓൺ മൺഡേ ഷീ എയ്റ്റ് ത്രൂ വൺ ആപ്പിൾ. ഓൺ മൺഡേ, ഒരു തിങ്കളാഴ്ച എന്ത് ചെയ്തു? ഷീ എയ്റ്റ് ത്രൂ വൺ ആപ്പിൾ. അവൾ ഒരു ആപ്പിൾ എന്ത് ചെയ്തു? കഴിച്ചു അല്ലേ. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്താണ്? അവൾക്കിപ്പോഴും വിശപ്പ് അടങ്ങിയിട്ടില്ല അല്ലേ. നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഐ എം സ്റ്റിൽ ഹംഗ്രി. കാറ്റർപില്ലർ പറയാണ് ഐ എം സ്റ്റിൽ ഹംഗ്രി. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയാണ്. ഓൺ ട്യൂസ്ഡേ ഷീ എയ്റ്റ് ത്രൂ 2 pears. അതായത് ഓൺ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 2 pears. പെയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ, പെയർ ഫ്രൂട്ട്, ആ ഒരു ഫ്രൂട്ടിനെയാണ് കേട്ടോ പറയുന്നത്, പെയേഴ്സ്. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. ആ 2 പെയർ ഫ്രൂട്ട് കഴിച്ചിട്ടും അവൾ എന്താണ്? ഇപ്പോഴും ഹംഗ്രിയാണ്, സ്റ്റിൽ ഹംഗ്രി. ഇപ്പോഴും വിശപ്പ് അടങ്ങിയിട്ടില്ല എന്ന് പറയാണ്. ഓൺ വെനസ്ഡേ ഷീ എയ്റ്റ് ത്രൂ 3 plums. അപ്പോൾ വെനസ്ഡേ ആയി, അതായത് ബുധനാഴ്ചയായി. അവൾ എന്ത് ചെയ്തു? ഷീ എയ്റ്റ് ത്രൂ 3 plums. അവൾ 3 plums കഴിച്ചു. പ്ലം ഫ്രൂട്ട് അല്ലേ, പ്ലംസ് 3 കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. പക്ഷേ എന്നിട്ടും എന്താണ്? ഷീ വാസ് സ്റ്റിൽ, ഇപ്പോഴും എന്താണ്? അവളുടെ വിശപ്പ് അടങ്ങിയിട്ടില്ല, സ്റ്റിൽ ഹംഗ്രി. ഓൺ തേഴ്സ്ഡേ ഷീ എയ്റ്റ് ത്രൂ 4 strawberries. അപ്പോൾ തേഴ്സ്ഡേ ആയി, വ്യാഴാഴ്ച ആയി. എന്നിട്ടും ഷീ എയ്റ്റ് ത്രൂ 4 strawberries, 4 strawberries കഴിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും അവൾ എന്താണ്? സ്റ്റിൽ ഹംഗ്രിയാണ്, ഇപ്പോഴും അവൾക്ക് വിശപ്പ് തന്നെയാണ് അല്ലേ. ഓരോ ദിവസം കഴിയുന്നവരും എന്താണ്? ഫ്രൂട്ടിൻ്റെ എണ്ണം ഓരോന്നായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഓൺ ഫ്രൈഡേ, അപ്പോൾ വെള്ളിയാഴ്ചയായി, ഷീ എയ്റ്റ് ത്രൂ 5 oranges. ഇപ്പോൾ അവൾ എത്ര ഓറഞ്ചസ് കഴിച്ചു? 5 oranges കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. പക്ഷേ എന്നിട്ടും അവൾ എന്താണ്? ഹംഗ്രിയാണ്, വിശപ്പ് മാറിയിട്ടില്ല. ഐ എം സ്റ്റിൽ ഹംഗ്രി. ഇതേ പറയുന്നുണ്ട് കാറ്റർപില്ലർ, ഞാനിപ്പോഴും എന്താണ്, എനിക്കിപ്പോഴും വിശപ്പുണ്ട്. ഓൺ സാറ്റർഡേ
ഷീ എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ശനിയാഴ്ച ആയി, അപ്പോൾ ശനിയാഴ്ച അവൾ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. എന്താണ്, പീസ് കേക്ക് കഴിച്ചിട്ടുണ്ട്, അതുപോലെ എന്താ ഐസ്ക്രീം, ഡോണറ്റ്, കപ്പ് കേക്ക്, അങ്ങനെ കുറേ സാധനം ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ദാറ്റ് നൈറ്റ് ഷീ ഹാഡ് എ സ്റ്റൊമക്ക് കേക്ക്. ദാറ്റ് നൈറ്റ്, ആ ഒരു രാത്രി, നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി അല്ലേ. ഷീ ഹാഡ് എ സ്റ്റൊമക്ക് കേക്ക്. എന്ത് സംഭവിച്ചു? സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വയറല്ലേ. ഐക്ക് എന്ന് പറഞ്ഞാൽ വേദന. അപ്പോൾ അന്ന് രാത്രി അവൾക്ക് എന്ത് സംഭവിച്ചു? വയറുവേദന വന്നു. നെക്സ്റ്റ് നോക്കിയേ, ദ നെക്സ്റ്റ് ഡേ, അതായത് പിറ്റേ ദിവസം, വാസ് സൺഡേ അഗെയിൻ. പിന്നെയും എന്താണ്, ഞായറാഴ്ചയായി. ഒരു സൺഡേയിലാണ് ഈ ഒരു കാറ്റർപില്ലർ ആ ഒരു എഗ്ഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് അല്ലേ. അപ്പോൾ ഇത് വീണ്ടും ഒരു ഞായറാഴ്ചയായി കേട്ടോ. ദ കാറ്റർപില്ലർ എയ്റ്റ് ത്രൂ വൺ നൈസ് ഗ്രീൻ ലീഫ്. എന്താണ് പറയുന്നത്? ഈ ഒരു കാറ്റർപില്ലർ എയ്റ്റ് ത്രൂ വൺ നൈസ് ഗ്രീൻ ലീഫ്, ഒരു പച്ച ഇല. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച ഇല, ഇലയ്ക്ക് ലീഫ് എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ എന്താണ്, ഒരു നല്ല പച്ച ഇല ഇവള് എന്ത് ചെയ്തു? കഴിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഫെൽറ്റ് മച്ച് ബെറ്റർ. അപ്പോൾ കുറച്ചൊരു എന്താണ്, സമാധാനം കിട്ടുന്നുണ്ട് അവൾക്ക്. ഇതിൽ നിന്ന്, വിശപ്പിൽ നിന്നൊക്കെ കേട്ടോ. ഷീ വാസൻറ്റ് ഹംഗ്രി എനിമോർ. ഇനി ഒരിക്കലും അവൾക്ക് അത്തരത്തിലൊരു വിശപ്പ് ഉണ്ടാവില്ല. ആൻഡ് ഷീ വാസൻറ്റ് എ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ. അത് മാത്രമല്ല, ഷീ വാസൻറ്റ് എ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ. ഒരിക്കലും, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ, കാറ്റർപില്ലർ നമുക്ക് പറയാം പുഴു അല്ലേ. അപ്പോൾ ഇനി ഒരിക്കലും അവൾ എന്താവില്ല, ഒരു കുഞ്ഞി കാറ്റർപില്ലർ ആയിരിക്കില്ല എന്ന് പറയാണ്. ഷീ വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ. എന്താണ് പറയുന്നത്? ഷീ വാസ് എ ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ അല്ലേ, ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ച കാറ്റർപില്ലർ. അപ്പോൾ അവൾ ഇനി എന്താണ് ആയിട്ടുള്ളത്? ഒരു വലിയ തടിച്ച ഒരു കാറ്റർപില്ലർ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കണ്ട പോലെയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, ആദ്യത്തെ പിക്ചറിൽ ചെറിയതായിരുന്നു അല്ലേ. ഇപ്പോൾ എങ്ങനെയാണ്? ഫാറ്റ് ആയിട്ടുണ്ട്, തടിച്ചു വന്നിട്ടുണ്ട്. ഷീ ബിൽറ്റ് എ സ്മോൾ ഹൗസ്. ബിൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഉണ്ടാക്കുക അല്ലേ, നിർമ്മിക്കുക. സ്മോൾ ഹൗസ്, ഒരു വീട് അല്ലേ, ഒരു വീട് നിർമ്മിച്ചു. കോൾഡ് എ കൊക്കൂൺ. എന്താണ്? കക്കൂൺ എന്നാണ് ആ ഒരു വീടിൻ്റെ പേര്. എറൗണ്ട് ഹെർസെൽഫ്, അവൾക്ക് ചുറ്റും തന്നെയാണ് ആ ഒരു വീട്, ആ ഒരു കക്കൂൺ അവൾ നിർമ്മിച്ചിട്ടുള്ളത്. ഷീ സ്റ്റേഡ് ഇൻസൈഡ് ഫോർ മോർ ദാൻ 2 weeks. അവൾ എന്ത് ചെയ്യും? ഷീ സ്റ്റേഡ് ഇൻസൈഡ്, അതിൻ്റെ ഉള്ളിൽ ജീവിക്കും. ഫോർ മോർ ദാൻ 2 weeks, 2 ആഴ്ചയ്ക്ക് മുകളിൽ അവൾ ആ ഒരു കക്കൂണിൻ്റെ ഉള്ളിലാണ് ജീവിക്കുക. ദെൻ ഷീ നിബിൾഡ് എ ഹോൾ ഇൻ ദ കക്കൂൺ. അതിനുശേഷം എന്ത് സംഭവിക്കും? ഷീ നിബിൾഡ്. നിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക എന്നാണ്. എന്നിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി. നിബിൾഡ് എ ഹോൾ ഇൻ ദ കക്കൂൺ, കക്കൂണിനെ മുകളിൽ ഉണ്ടാക്കി. എന്നിട്ടോ പുഷ്ഡ് ഹെർ വേ ഔട്ട്. എന്നിട്ട് അവൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്നു. പുഷ്ഡ് ഹെർ വേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഷീ ബിക്കെയിം എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഇപ്പോൾ അവൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഒരു ഭംഗിയുള്ള ചിത്രശലഭമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ പിക്ചറിൽ നോക്കിയേ അല്ലേ, സൂപ്പറായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈനെ കാണാം. ഓക്കെ, ഈ ഒരു സ്റ്റോറി പറയുന്നത് ഒരു എഗ്ഗിൽ നിന്ന് അത് പിന്നെ എന്താണ് കാറ്റർപില്ലറായി, പിന്നെ കൊക്കോണൊക്കെ ഉണ്ടാക്കി, പിന്നെ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നതിൻ്റെ കഥയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ.